എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച ദിവസമായിരുന്നേ. അപ്പോൾ ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നതായിരുന്നേ. അന്നേരമാണ് നമ്മുടെ മേളിലത്തെ വീട്ടിലൊരു ചെണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട്, ഇവിടുത്തെ അമ്പലത്തിലെ കുമ്പോടത്തിൻ്റെ. അപ്പോൾ അതൊന്ന് പോയി നോക്കാൻ പോയതായിരുന്നു. ഈ ചെണ്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചെണ്ട് വെച്ചിരിക്കുന്ന വീട് നമ്മുടെ വീട് തന്നെയാണ്. ഇതിൻ്റെ നേരെ വഴിയുടെ ഓപ്പോസിറ്റ് ആണ് തറവാട് വീട്. അവിടെ നമ്മളിപ്പോൾ താമസിക്കുന്നത്. ഇത് ഞങ്ങൾ പണിത വീടായിരുന്നു. ഇത് 2015 ഇതിൻ്റെ പണി ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ആ പണിതീരാത്ത വീട് നിങ്ങളും കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിവിടെ വന്ന് തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടും. ഇതൊരു അടുക്കളയാണ്. അടുക്കളയുടെയൊക്കെ പണി ഇത്രേ ആയിട്ടേ ഉള്ളൂ. ഇത് സെക്കൻഡ് കിച്ചണാണ്. ഇവിടുന്ന് ഇങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോഴത്തേക്കിന് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിയുമ്പം അവിടെ ഒരു ബെഡ്റൂമും ഉണ്ട്, ഇവിടെ ഒരു കോമൺ ബാത്റൂമും. പിന്നെ അടുക്കളക്കകത്തുനിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അടുക്കളയോട് ചേർന്ന് തന്നെ മറ്റൊരു ബെഡ്റൂം കൂടെ ഉണ്ട്. ഈ ബെഡ്റൂമിനകത്തുനിന്ന് പുറത്തോട്ട് ഇറങ്ങുമ്പം നേരെ ഫ്രണ്ടിലൊരു കോർട്ട്യാർഡും പിന്നെ ഇതൊരു ഹാള് പോലെ ഡൈനിങ് ടേബിളും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു മുറിയാണിത്. ഹാളിൻ്റെ ഈ ഒരറ്റത്ത് നമ്മുടെ സിറ്റ് ഔട്ടിനകത്തു നിന്ന് അകത്തോട്ട് കയറി വരുമ്പം ഇവിടെ ഒരു ലിവിങ് റൂമാണ്. ഇതിൻ്റെ അകത്ത് ടൈലൊന്നും ഇട്ടിട്ടില്ല. ലിവിങ് റൂമിനകത്തു നിന്ന് ഹാളിൻ്റെ ഇങ്ങേ അറ്റത്ത് ഈ ഇടനാഴി കൂടെ വരുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ അകത്ത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പണിതീരാത്ത വീടിൻ്റെ കൊച്ചു വിശേഷങ്ങൾ. ഇത് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഞാൻ കുറച്ച് കോവയ്ക്കൊക്കെ പറിക്കാൻ ഇറങ്ങിയതായിരുന്നേ. ഒത്തിരി ഇല്ലായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പറിക്കുന്നതുകൊണ്ട് കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായി നിൽക്കും. കാത്തു ആ വീഡിയോ എടുത്ത് തരുന്നത്. അച്ചു പിന്നെ എൻ്റെ കൂടെ കോവയ്ക്ക പറിക്കാനൊക്കെ നടക്കുവാണ്. അപ്പോൾ കോവയ്ക്കയൊക്കെ പറിച്ച് കഴിഞ്ഞ് നമുക്കിവിടെ കുറച്ച് വിത്തുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നേ. മുളകിൻ്റെ അരി പിന്നെ ചോളം, അതൊക്കെ ഈ ഒരു സ്ഥലത്തോട്ടൊന്ന് പാകാവെന്നാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഇനി മണ്ണൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഓരോ വിത്തുകളും പാകി കൊടുക്കാം. ദേണ്ട് ഈ കിടക്കുന്ന ഒരു ചീരയുടെ തയ്യായിരുന്നേ. അതിൻ്റെ തലഭാഗമൊക്കെ പോയി, പിന്നെ ഞാനത് അങ്ങോട്ട് കുഴിച്ചു. ദേണ്ട് ഒരു ചീരത്തൈയൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ ഈ സൈഡിലോട്ട് കുഴിച്ചു വെച്ചേ. ഇനി വിത്തൊക്കെ പാകാൻ പോവുകയാണ്. ഇത് ഒരു കാശ്മീരി മുളകാണ്. അതിൻ്റെ വിത്ത് ഇങ്ങോട്ട് പാകിയിടട്ടെ.
അടുത്തത് വേണ്ട വെള്ളക്കാന്താരിയുടെ വിത്താണ്. ഇനി ഇതേണ്ട കുറച്ച് ചോളത്തിൻ്റെ വിത്ത് കൂടി ഇരിപ്പുണ്ടായിരുന്നേ, അതുകൂടെ അങ്ങ് പാകാൻ പോവാണ്. അപ്പോൾ അതേ നമ്മുടെ വിത്തെല്ലാം പാകി കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളവും കൂടെ തളിച്ചു കൊടുക്കട്ടെ. അപ്പോൾ അതേ വെള്ളമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാവരും പെട്ടെന്ന് കിളുത്തേക്കണമെന്ന് പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.